നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവിടെ പെണ്ണ് കാണൽ നിശ്ചയിച്ചിരിക്കുക. ആ മാഡത്തെ കാണാൻ ആരൊക്കെയോ വരുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട മിക്കവാറും ഈ കല്യാണം നടക്കാനാണ് സാധ്യത. ഹലോ, അംബിക. ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ് മാഡം. എന്താ മാഡം? പരീക്ഷ കഴിയുമ്പോ പെട്ടെന്ന് അവളെ വീട്ടിലെത്തിക്കണം, വൈകരുത്. ആ ശരി മാഡം. അതെ, അവൾ അവിടെ ഇവിടെയൊക്കെ പോണെന്ന് പറഞ്ഞെന്നിരിക്കും, നീ അതിന് സമ്മതിക്കരുത്. ഇന്ന് ഇവിടെ ഒരു പെണ്ണ് കാണൽ ചടങ്ങുണ്ട്. പെണ്ണ് കാണൽ ചടങ്ങോ? അതെ, പെണ്ണ് കാണൽ ചടങ്ങ്. ഇതിനു മുൻപ് നീ ഇത് കേട്ടിട്ടില്ലേ? സോറി മാം. പെണ്ണ് കാണൽ ചടങ്ങ് മാഡത്തിന്റെ ആണോ? അപ്പോ കല്യാണം കഴിപ്പിച്ച് വിടാനാണോ തീരുമാനം? കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട, പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. എക്സാം കഴിയുമ്പോ അവൾ ഇവിടെ ഉണ്ടായിരിക്കണം, മനസ്സിലായല്ലോ? ഓക്കെ മാം. എന്നാ പിന്നെ ഞാൻ പോട്ടെ, എന്നെ വിളിക്കാൻ അച്ഛൻ വരും. ശരി, നീ വിഷമിക്കണ്ട, ഇനിയും എക്സാം എഴുതാനുള്ള ചാൻസ് കിട്ടും. ട്രൈ അഗൈൻ. മാഡം എങ്ങനെയുണ്ടായിരുന്നു എന്ത് പരീക്ഷ? എല്ലാം അറിഞ്ഞിട്ടും എങ്ങനെ തനിക്ക് എന്നോട് ഇങ്ങനെ ചോദിക്കാൻ തോന്നുന്നു? സത്യം പറ, ഇന്ന് ഫിസിക്സ് എക്സാം ആയിരുന്നെന്ന് തനിക്ക് അറിയായിരുന്നില്ലേ? അറിയായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് എന്നോടത് പറഞ്ഞില്ല? മാഡം ഞാൻ പറയാൻ വന്നതാ. മാഡം അല്ലേ ഒന്നും കേൾക്കണ്ടെന്നും പറഞ്ഞ് എന്നെ തടഞ്ഞത്. താൻ ഒന്നും പറയണ്ട, അല്ലെങ്കിൽ പറയേണ്ട സാധനം പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയാൻ തനിക്കറിയില്ലല്ലോ. താന് ട്യൂബ്ലൈറ്റാ, വെറും ട്യൂബ്ലൈറ്റ്. മാഡം ഒന്ന് പതുക്കെ, ഇത് കോളേജാ, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിച്ചാലും എനിക്കൊന്നുമില്ല. വിളിച്ചു കൂവണോ? ഞാൻ കൂവും. താനേ മണ്ടനാ, വെറും മണ്ടൻ. ട്യൂബ്ലൈറ്റ്. മാഡം മാഡമാ ഒന്ന് വണ്ടി കയറി. എന്തിനാ ഡോർ തുറക്കുന്നേ? ഞാനില്ല എങ്ങോട്ടും. വിളിച്ചോണ്ട് വരാൻ പ്രത്യേകം പറഞ്ഞിരിക്കുക അംബിക മാഡം. തന്റെ കൂടെ ഞാൻ വരുന്നില്ല. ഇത്രയും ഫൂളായ ഒരാളുടെ കൂടെ സഞ്ചരിക്കാനേ ഇനി ഞാനില്ല. മാഡം വേറൊന്നും കൊണ്ടല്ല, അവിടെ പെണ്ണ് കാണൽ നിശ്ചയിച്ചിരിക്കുക. ആ മാഡത്തെ കാണാൻ ആരൊക്കെയോ വരുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട മിക്കവാറും ഈ കല്യാണം നടക്കാനാണ് സാധ്യത. വേഗം കയറി മാഡം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. എല്ലാവരും ഉണ്ടല്ലോ. എന്താ വിശേഷം? മണ്ഡലം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്നല്ലേ, അതിനു മുമ്പ് മിനിസ്റ്ററിനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ഓഹോ, പറഞ്ഞതുപോലെ അത് ഇന്നാണല്ലോ, ഞാനത് മറന്നു. സത്യം പറയാലോ, ആ മീറ്റിംഗിൽ നേരിട്ട് പങ്കെടുക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്ത് ചെയ്യാനാ, പെട്ടെന്നൊരു ആവശ്യം. ഇന്ന് ഇവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോവുക, അതിന് നിർബന്ധമായി ഞാൻ വേണം. അതുകൊണ്ട് കൂടിയാലോചനകളും ചർച്ചകളും ഒക്കെ വേറൊരു ദിവസത്തേക്കാക്കാം. ഇന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഈ വീട്ടിൽ ഒരു അംഗമായിട്ട് നിൽക്കാനാ ഇഷ്ടപ്പെടുന്നത്. ആയിക്കോട്ടെ, ഞങ്ങൾ അടുത്ത ദിവസം വരാം. ശരി. നന്നായി നീ എടുത്ത തീരുമാനം. അവരെ പറഞ്ഞു വിട്ടല്ലോ. നിനക്ക് ഈ വീടിനോടുള്ള കൂറ് കാണുമ്പോ എനിക്ക് അത്ഭുതം തോന്നുവാ. ഇപ്പൊ ഏത് രാഷ്ട്രീയക്കാരുണ്ട് ഇങ്ങനെ? എല്ലാവർക്കും വലുത് പാർട്ടിയും പാർട്ടിക്കാരുമാ. പക്ഷേ നീ അങ്ങനെയല്ല. നിനക്ക് ഞങ്ങള് കഴിഞ്ഞേയുള്ളൂ മറ്റെന്തും. അല്ല, രാഹുകാലത്തിന് മുൻപ് അവരെത്തുമായിരിക്കും അല്ലേ പ്രതാപ? ആ, എത്തുമായിരിക്കും. എത്തിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. സമയത്തിലും കാലത്തിലൊന്നും എനിക്കിപ്പോ ഒരു വിശ്വാസവും ഇല്ല ചേച്ചി. പണ്ട് ഇതുപോലൊരു ദിവസം എല്ലാ പൊരുത്തങ്ങളും ഒത്തുനോക്കി ശുഭമുഹൂർത്തം കുറിച്ച് നടത്തിയതല്ലേ എന്റെ വിവാഹം. 10-ൽ 10 പൊരുത്തമുണ്ടെന്ന് ജാതകം നോക്കിയ എല്ലാ ജ്യോത്സ്യന്മാരും പറഞ്ഞു.
ദീർഘസുമംഗലി യോഗം അതായിരുന്നു ജാതകത്തില്. എന്നിട്ടെന്തായി? ജാതകത്തില് പൊരുത്തം ഒത്തുവന്നാലും സമ്പത്തും സമയവും ഒരുപോലെ ഇരുന്നാലും ചില വിവാഹങ്ങള് അധികകാലം നിലനിൽക്കാറില്ല ചേച്ചി. അത് സ്വന്തം ജീവിതം കൊണ്ട് മനസ്സിലാക്കിയവനാ ഞാൻ. അതുകൊണ്ട് അവരെപ്പോ വേണമെങ്കിലും വരട്ടെ, രാഹുവും കേതുവൊന്നും എന്നെ ബാധിക്കുന്നില്ല. ഞാൻ അതിൽ തീരെ വിശ്വസിക്കുന്നുമില്ല. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ? എന്ത് വഴി? എനിക്ക് ഈ കല്യാണം ഇപ്പൊ വേണ്ട. അതിന്ന് എങ്ങനെയെങ്കിലും ഒഴിയണം. എന്താ ഒരു മാർഗം? അച്ഛനെടുത്ത തീരുമാനമല്ലേ മാഡം, അത് ധിക്കരിക്കാൻ പറ്റുമോ? അതൊക്കെ ശരിയാ. എന്നുവെച്ച് എന്നോട് അഭിപ്രായം ചോദിക്കണ്ടേ? ഞാനല്ലേ കല്യാണം കഴിക്കേണ്ടത്? ഞാനല്ലേ വേറൊരാളോടൊപ്പം ജീവിക്കേണ്ടത്? അച്ഛനെന്താ അത് മനസ്സിലാക്കാത്തത്? എന്റെ മനസ്സിലുള്ളത് മുഴുവൻ അച്ഛനോട് തുറന്നു പറഞ്ഞാലോ? എന്നുവെച്ചാ? എനിക്കിപ്പൊ കല്യാണം വേണ്ടത് ഞാൻ അച്ഛനോട് പറയും. സമയമാവുമ്പോ ഞാൻ തന്നെ അച്ഛനെ അറിയിക്കാന്ന് പറയും. എങ്ങനെയുണ്ട്? അച്ഛനത് സമ്മതിക്കോ? സമ്മതിക്കൊന്നൊന്നും എനിക്കറിയില്ല. സമ്മതിക്കാൻ തീരെ സാധ്യതയുമില്ല. ഇതൊക്കെ അറിയാമെങ്കിൽ ആ വഴിക്ക് എന്തിനാ ചിന്തിക്കുന്നത്? എനിക്ക് ഈ കല്യാണം കുരുക്കി നിന്ന് ഊരണ്ടേ? എന്തായാലും ഞാൻ പറയാൻ പോവാ. രണ്ടും കൽപ്പിച്ചു തന്നെ. വരുന്നത് പോലെ വരട്ടെ. അച്ഛനെ ഒറ്റയ്ക്കൊന്ന് കിട്ടട്ടെ, ഞാൻ പറയും. അല്ല മാഡം, അതെ വേണ്ടോ, കുഴപ്പാവും. ഏട്ടാ, അല്ല പെട്ടെന്നെന്താ ഇങ്ങനെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കാൻ? എന്നായാലും വേണ്ടതല്ലേ ശേഖര. അത് കുറച്ച് നേരത്തെ ആവുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നി. നിനക്കറിയാമല്ലോ ഈ വീടിന്റെ അവസ്ഥ. മന്ത്രിയാണ്, കാശുണ്ട്, അത് മാത്രം പോരല്ലോ. തറവാടിത്തം വേണ്ടേ? അതുണ്ടോ ഈ കോവിലത്തിന്? പഴയ കഥകള് കുറെയൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ ശേഖര? അതറിയാവുന്ന നല്ല കുടുംബത്തിലെ ആരും ഇവിടുന്നൊരു ബന്ധം ആലോചിക്കില്ല എന്ന് ഉറപ്പല്ലേ? പണ്ടങ്ങനെയൊക്കെ നടന്നു കരുതി അതൊക്കെ ഇപ്പോഴും ആൾക്കാർ ഓർത്തിരിക്കുമോ? എനിക്കങ്ങനെ തോന്നുന്നില്ല ശേഖര. പഴം കഥകളുടെ കെട്ടുകൾ തുറന്നു വായിക്കാൻ വല്ലാത്തൊരു വാശിയുണ്ട് സകലർക്കും. ഒരാള് നശിച്ചു കാണാനല്ലേ ഭൂരിഭാഗം പേരും ആഗ്രഹിക്കുന്നത്. അതിന്റെ ഇരകളാവാൻ പാടില്ലല്ലോ നമ്മൾ. ഓ, എല്ലാം കൊണ്ട് യോജിച്ച ആലോചന വന്നു. നടത്താമെന്ന് ഞാനത് തീരുമാനിച്ചു. വീട്ടുകാർ തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കണം. അത് ഉടനെ നടക്കണം. ഇവളിതെവിടെ പോവാ? അവിടെ നിക്കടി, ഞാൻ ചോദിക്കട്ടെ. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? പാസ്സാവോ? പാസ്സാവാനല്ലേ എഴുതുന്നത്. തർക്കുത്തരം. ഇതുകൊണ്ടാ ഞാൻ നിന്നോട് ഒന്നും ചോദിക്കാത്തത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.